വീഡിയോസ് ആണ്. അപ്പോൾ ഞാൻ ജിമ്മിൻ്റെ പാർട്ട് 3 ചെയ്യാൻ പോകുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മിനോടി വന്ന് കാവ്യയുടെ അരക്കെട്ടി പിടിച്ചിട്ട് അവനോട് ചേർത്ത് വെച്ച് അവളെ എടുത്തോണ്ട് ചാടി അപ്പുറത്ത് വീണ് രണ്ടുപേരും കൂടെ ഉരുണ്ട് താഴെ കിടക്കും. കാവ്യ ഉരുണ്ട് വന്ന ജിമ്മിനാണെങ്കിൽ കാവ്യയുടെ മേലിൽ കിടക്കാണ്. അപ്പം ജിമ്മിനാണെങ്കിൽ കാവ്യ നോക്കിക്കൊണ്ടിരിക്കുന്നത്. കാവ്യ പറഞ്ഞ് മാറെന്നും പറഞ്ഞ് ജിമ്മിനെ തെല്ലിയിട്ടിട്ട് അവിടെ നിന്ന് ഇറങ്ങി ഓടുന്നു. ജിമ്മിനാണെങ്കിൽ എന്ത് പറയണമെന്നറിയാതെ ആ റോഡിൽ തന്നെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ അവിടെ കൂടി നിന്ന ആൾക്കാരോട് പറഞ്ഞ് എന്താ നോക്കി നിൽക്കുക, അവനവൻ്റെ വീട്ടിൽ പോകുമെന്നും പറഞ്ഞ് അവർ ഓടിച്ചു വിട്ടു. അങ്ങനെ കുറേ ദിവസത്തിന് ശേഷം ജിമ്മിനാണെങ്കിൽ ഫ്രണ്ട്സിൻ്റെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കാവ്യ അല്ലിക്കൂടെ പോണത് ജിമ്മിൻ കണ്ടു. അപ്പോൾ ജിമ്മിനെ ഓടിച്ചെന്ന് കാവ്യയുടെ അടുത്ത് എന്നിട്ട് അതേ ഒന്ന് നിൽക്കണേ. കാവ്യ തിരിഞ്ഞ് നോക്കിയിട്ട് ജിമ്മിനോട് ചോദിച്ചു, എന്നാ ഇത് നിൻ്റെയാണോ? ആ ഇതെൻ്റെ ആണല്ലോ. ഇതെങ്ങനെ ജിമ്മിനായിട്ട് എൻ്റെ കൈ വന്നു? അന്ന് നമ്മൾ രണ്ടുപേരും വീണില്ലേ, ആ സമയം എൻ്റെ ഷർട്ടിൽ കുടുങ്ങിയിരുന്നതാ. കാവ്യ ഒന്നും പറയാതെ ജിമ്മിൻ്റെ ഇന്നത് വാങ്ങിച്ചുകൊണ്ട് നടന്നു. കാവ്യ നടക്കുന്ന കണ്ട ജിമ്മിനാണെങ്കിൽ അവളുടെ പുറകെ ഓടി വന്നിട്ട് പറഞ്ഞു, അതെ ഞാനത് അറിയാതെ ചെയ്ത, സോറി. ആ ലോറി ഇനി ഇരിക്കാൻ വന്നു, അതുകൊണ്ടാണ്. ഓ അത് സാരിയില്ല, അത് ഞാൻ അന്നേ മറന്നു. ആ പിന്നെ തൻ്റെ നെയിം എന്താ? എൻ്റെ നെയിമാണോ? ആ എൻ്റെ നെയിം കാവ്യ. ഓ നൈസ് നെയിംയാ. അപ്പം അങ്ങനെയൊക്കെ പറഞ്ഞ് കാവ്യയും ജിമ്മിനോടെ നടന്നു പോകാൻ നേരത്ത്, അതേ കാവ്യ എനിക്ക് നിന്നോടൊരു കാര്യം പറയുന്നുണ്ട്. പറ. അത് പിന്നെ അടിക്കാത്ത കാര്യം പറയാം കേട്ടാ. അത് ഉടൻ തന്നെ പുറകിൽ നിന്ന് ഒരാളെ വിളിച്ചു, ഡി കാവ്യ. ആ നിന്നെ കണ്ടിട്ട് എത്ര ദിവസമായി? അത് വേറെ ആരുമല്ല, കാവ്യയുടെ ബെസ്റ്റ് ഫ്രണ്ടായ അൻസിയാണ്. ഇതൊക്കെ എൻ്റെ ഒരു വിശേഷ. സുഖമാണോ? ആ എനിക്ക് സുഖമാണ്. നീ എത്ര ദിവസമായി ഇവിടെയൊക്കെ വന്നിട്ട്? എന്നെ കാണാറില്ലല്ലോ ഇപ്പോൾ ഇവിടെ. ഓ ഞാൻ ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ വന്നപ്പോൾ നിന്നെ കൂടെ കാണാമെന്ന് കരുതി. അപ്പോൾ കാവ്യ അൻസിയും കൂടെ സംസാരിച്ച് അങ്ങോട്ടങ്ങ് നടന്നു പോയി. അപ്പോഴാണ് കാവ്യ ജിമ്മിനെ പറ്റി കളിക്കുന്നത്. കാവ്യാണെങ്കിൽ ഓടി ചെന്നിട്ട് ജിമ്മിനെ നോക്കി, പക്ഷെ ജിമ്മിനെ അവിടെ ഒന്നും കണ്ടില്ല. എന്നിട്ട് കാവ്യാണെങ്കിൽ അൻസിയുടെ അടുത്ത് തന്നെ പോയി കാവ്യോട് ചോദിച്ചു, ആരെയാണ് നീ അന്വേഷിക്കുന്നത്? ഒന്നുമില്ലടാ, ഞാൻ ചുമ്മാ നോക്കിയിടാടാ. ആ അപ്പം നീ നേരത്തെ സന്തോഷിച്ചിരുന്നതാരാ? അത് എൻ്റെ ചേട്ടനില്ലേടാ. ആ ചേട്ടൻ്റെ ഫ്രണ്ടാ. ആ ഫ്രണ്ട്. എന്നാ കുഴപ്പം? ഒന്നുമില്ല, ഞാൻ വേറെ വന്നപ്പോൾ വിചാരിച്ചു. ഒന്നുമില്ല. മീൻസ് ഇതിന് ലെങ്ത്ത് കുറവാണെന്നറിയാം, പക്ഷെ എനിക്ക് ബാക്കിയൊന്നും കിട്ടിയില്ല. അതുകൊണ്ട് ഞാൻ ഇത് ഇത്ര അഡ്ജസ്റ്റ് ചെയ്ത് ബാക്കി ഞാൻ ആലോചിക്കണം. അപ്പം നെക്സ്റ്റ് എപ്പിസോഡിൽ നീ കാണാം കേട്ടോ. ബാക്കി ഞാൻ ആലോചിക്കട്ടെ. കുറച്ച് ടൈം വേണം. എനിക്ക് എക്സാം വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. എക്സാമിൻ്റെ ആൻസറിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം പേപ്പറിലോട്ട് എഴുതിയിട്ട് നാളെ സ്കൂളിൽ ചെന്ന് കൊടുക്കണം. അതുകൊണ്ടാണ്. അപ്പോൾ സ്കൂളിൽ നാളെ കൊടുത്തു കഴിയുമ്പോൾ സെറ്റാവും. നമുക്ക് ടീച്ചേഴ്സ് ഡേയിൽ എന്തെങ്കിലും പടമോ എന്തെങ്കിലും വരച്ച് കൊടുക്കണമെന്ന്. അപ്പോൾ അതിനെയും വരയ്ക്കണം. പിന്നെ വേറെ കുറേ പണിയുണ്ട്. അതുകൊണ്ടാണ്. എന്നോടൊന്നും തോന്നല്ലേട്ടാ, ഞാൻ ഡ്രാമയൊന്നും കാണത്തില്ല. അതുകൊണ്ട് എനിക്ക് ഈ വീഡിയോസൊക്കെ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് മറ്റേ വീഡിയോയിൽ താഴെക്കുക്കിനെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തത്. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്ര നാൾ സപ്പോർട്ട് ചെയ്തതിന് താങ്ക് യു. കംസാമിദ സാരംഗോ ബൈ ആൻഡ് ഹാപ്പി ബർത്ത്ഡേ കിം യോങ് ടാൻ.